ഏഷ്യയിലെ വിവിധ റേഡിയോ നിലയങ്ങളിലൂടെ പ്രിൻസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്ത്യകാല ലക്ഷണങ്ങളും ബൈബിൾ പ്രവചനങ്ങളും എന്ന വിഷയത്തിന്റെ ചോദ്യോത്തര പ്രക്ഷേപണ പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നത് www.divinevoiceofchrist.org/internetradio എന്ന ഇന്റർനെറ്റ് റേഡിയോ മാധ്യമത്തിലൂടെയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നമ്പറുകൾ ദയവായി ശ്രദ്ധിക്കുക. 9494144999 9495446029. ഈ സിഡിയിൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന വിഷയങ്ങൾ: ക്ഷാമത്തെപ്പറ്റി, ജനസംഖ്യാ വിസ്ഫോടനത്തെപ്പറ്റി ബൈബിൾ പ്രവചനങ്ങൾ, പകർച്ചവ്യാധിയെപ്പറ്റി യേശുക്രിസ്തുവും ബൈബിളും പ്രവചിച്ചത് ശരിയാണോ, ക്ഷാമത്തോട് ബന്ധപ്പെട്ട് പകർച്ചവ്യാധിയും ഉണ്ടാകും എന്ന് യേശുക്രിസ്തു പറഞ്ഞതിന് പ്രാധാന്യമുണ്ടോ, ചിക്കൻ ഗുനിയ, സാർ രോഗം, ആന്ത്രാക്സ്, ഭ്രാന്തിപ്പശു, ക്ഷയരോഗം, എയ്ഡ്സ്, പക്ഷിപ്പനി, പകർച്ചവ്യാധിയെപ്പറ്റി ബൈബിൾ എന്തു പറയുന്നു, 80 ദശലക്ഷം കർഷകർ 20 വർഷത്തിനുള്ളിൽ ആഫ്രിക്കയിൽ മരിച്ചത് എന്തുകൊണ്ട്? പഠനാർഹമായ ഈ പഠനങ്ങൾ ശ്രദ്ധിക്കുക. UN ആഫ്രിക്കയിൽ ക്ഷാമം ഇല്ലാതാക്കുവാൻ വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തിയിട്ട് അവര് ഒരു പേര് കൊടുത്തു. ഈ ക്ഷാമത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാത്തതിനൊരു പേര് കൊടുത്തു. ആ പേരാണ് എ ന്യൂ വാലിയൻ ഫാമിൻ, ഒരു പുതിയ ശൂരനായ ക്ഷാമം. അവർ പറഞ്ഞത് ആ പേര് കൊടുക്കാൻ കാരണം അവര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവിടെ എയ്ഡ്സ് രോഗം പടരുന്നതുകൊണ്ട് കൃഷി ചെയ്യുവാൻ ആളുകളില്ലാതെ കൃഷിഭൂമി വരണ്ട്, അതായത് ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ, ക്ഷാമം വർദ്ധിക്കുമ്പോൾ അവർ പുതിയൊരു പേര് കൊടുത്തതാണ് ന്യൂ വാലിയൻ ഫാമിൻ, ശൂരനായ ഒരു ക്ഷാമം. യേശുക്രിസ്തുവിന്റെ ദീർഘദൃഷ്ടിയിൽ ലോകത്തിന്റെ അവസാന സമയത്ത് ജനവർദ്ധനവിന്റെ സ്ഫോടനം അവന് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇത് ആ 2000 വർഷങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് കണ്ട ആ കർത്താവായ യേശുക്രിസ്തു വാസ്തവത്തിൽ ദൈവം തന്നെയല്ലേ? സർവ്വജ്ഞാനിയാണെന്ന്. അവൻ സർവ്വജ്ഞാനി ആയതുകൊണ്ടാണ് അത് വെളിപ്പെടുത്തിയത്. ലോകത്തിലെ ഒരു ഭക്ഷ്യശാസ്ത്രജ്ഞന്മാർക്കും കാണാൻ കഴിയാത്ത തരത്തിൽ ദീർഘവീക്ഷണം ഉണ്ടായി കർത്താവ് അത് പ്രവചിക്കുകയായിരുന്നല്ലേ? തീർച്ചയായിട്ടും അവൻ അത് വെളിപ്പെടുത്തി. അത്ഭുതകരമാണ് ഈ ജനസംഖ്യയോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ. ഞാൻ ഓർപ്പിച്ചില്ലേ, ഈ ബൈബിളിൽ രേഖപ്പെടുത്തി 25 കോടി ജനങ്ങളെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഉള്ളൂ എന്നുള്ളത്. അന്ന് ആ കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ പത്മോസിൽ കിടന്ന് രേഖപ്പെടുത്തുമ്പോൾ കിഴക്ക് നിന്ന് മാർച്ച് ചെയ്തു വരുന്ന സൈന്യങ്ങളുടെ എണ്ണം എഴുതിയിട്ടുണ്ട്. വെളിപാട് 9:16 വാക്യം. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് പറഞ്ഞാൽ 20 കോടി. ഒന്ന് ആലോചിച്ച് നോക്കണം. 25 കോടി ജനങ്ങളുള്ള ഒരു ലോകത്തിൽ വെച്ച് ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്, കിഴക്ക് നിന്ന്, അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവസാന യുദ്ധമായ അർമ്മഗദോന് വേണ്ടി മധ്യപൂർവ്വദേശത്തിലേക്ക് മാർച്ച് ചെയ്തു വരുന്ന സൈന്യത്തിന്റെ എണ്ണം 20 കോടിയാണ്. അന്നാരെങ്കിലും അത് വായിച്ചാൽ വിശ്വസിക്കുമോ? അത് അവിശ്വസനീയമായ ഒരു പ്രസ്താവനയായിട്ടാണ് കാണാൻ കഴിയുള്ളൂ. അവിശ്വസനീയമാണെന്നേ ചിന്തിക്കുകയുള്ളൂ. കാരണം 25 കോടിയുള്ള ജനങ്ങളുള്ള ഭൂമിയിൽ 20 കോടി എങ്ങനെ വരും എന്നവർ ചിന്തിക്കും. എന്നാൽ ഇന്നത് സത്യമാണ്. നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ചൈനയ്ക്ക് മാത്രം അത്രയും സൈന്യത്തെ, അവരുടെ പൗരസേനയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. മാത്രമല്ല, ജനസംഖ്യാ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത് കിഴക്കൻ രാജ്യങ്ങളിലാണ്. രണ്ടു പതിറ്റാണ്ടുകൾ റേഡിയോ പ്രഭാഷണത്തിലൂടെ ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. ബ്രദർ ജോൺ പി തോമസ് പ്രസിദ്ധ ബൈബിൾ പ്രവചന പഠിതാവാണ്. ഈ ആധുനിക ലോകം വളരെ ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും അതിദയനീയമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. ഈ യേശുക്രിസ്തുവിന്റെ അന്ത്യകാല പ്രവചനങ്ങൾ ഈ ആധുനിക യുഗത്തിൽ നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ
ഈ ക്ഷാമം എന്നുള്ള വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ട്. യേശുക്രിസ്തു വളരെ വ്യക്തമായി അന്ത്യകാല പ്രവചനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികളും അവിടെ ഉണ്ടാകും എന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ന്റെ 7-ാം വാക്യം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4-ാം ജീവി പറയുന്ന കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയാൻ ഭൂമിയിലെ കാലാംശത്തിന്മേൽ അധികാരം കിട്ടി. ഇവിടെ മനുഷ്യനിൽ 4-1 മരിക്കുമ്പോൾ യുദ്ധം, ക്ഷാമം, മഹാവ്യാധി, കാട്ടുമൃഗങ്ങൾ, ഈ 4 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് എടുത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിന്റെ കാഠിന്യം വെളിപ്പെടുത്തുകയാണ്. 1 പണം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയത് അന്ന് ഒരു മനുഷ്യൻ ഒരു ദിവസം അധ്വാനിച്ചാൽ അവന് കിട്ടുന്ന കൂലിയാണ് 1 പണം. ആ ഒരു ദിവസത്തെ കൂലി കൊണ്ട് 1 ഇടങ്ങഴി ഗോതമ്പ് കിട്ടും. മനുഷ്യന്റെ ഒരു ദിവസത്തെ ഭക്ഷണമാണ് 1 ഇടങ്ങഴി. മന്ന പെറുക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ 1 ഇടങ്ങഴി മന്ന പെറുക്കാൻ പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചാൽ തനിക്ക് മാത്രം ഭക്ഷിക്കാവുന്ന ഭക്ഷണം മേടിക്കാനുള്ള പണമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വില അതുപോലെ വർദ്ധിച്ചു. ഇനി കുറച്ചുകൂടെ ഗുണം കുറഞ്ഞ യവം മേടിക്കണമെങ്കിൽ 3 ഇടങ്ങഴി കിട്ടും. ഒരു കുടുംബത്തിൽ 5 പേരുണ്ട്, 6 പേരുണ്ടെങ്കിൽ കൂടി വന്നാൽ 3 പേർക്കുള്ള ഭക്ഷണം, വളരെ വില കുറഞ്ഞ ഭക്ഷണം മേടിക്കാം എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിന്റെ കാഠിന്യം അവിടെ കാണിക്കും. ഭാവിയിൽ സംഭവിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികളും അവിടെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ വായിച്ച ഭാഗം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണല്ലോ. അതെ. അവിടെ ഈ ക്ഷാമത്തിന്റെ കാഠിന്യം വർദ്ധിക്കും എന്ന് പ്രവചനം പറഞ്ഞു. യേശുക്രിസ്തുവും ക്ഷാമം ഉണ്ടാകും എന്ന് പ്രവചിച്ചതായിട്ട് പറഞ്ഞു. എന്നാൽ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 40-50 വർഷത്തിനിടയിൽ വളരെ ഗംഭീരമായ ഗവേഷണങ്ങൾ, നല്ല നല്ല വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക, ഉൽപാദന ശേഷി കൂടിയതായിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് വിതയ്ക്കുകയും അത് കൃഷി ചെയ്യുകയും ചെയ്ത് അങ്ങനെ മനുഷ്യന്റെ ക്ഷാമം അകറ്റാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നമാണ് ലോകവ്യാപകമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ പ്രവചനം നിവർത്തിക്കപ്പെടുന്നുണ്ടോ, ഇന്ന് അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഞാൻ അതിന്റെ അല്പ വിശദീകരണം തരാം. എന്തുകൊണ്ടാണ് ക്ഷാമം വർദ്ധിക്കും എന്ന് UN മുതലായ സംഘടനകൾ വെളിപ്പെടുത്തിയതിന്റെ പ്രസക്തി നമ്മൾ ചിന്തിക്കണം. അതിന് വളരെ പ്രാധാന്യതയുണ്ട്. 2 പ്രധാന കാരണങ്ങളാണ് UN മുതലായ സംഘടനകൾ ക്ഷാമം ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട മാസികകളിലൊന്നാണ് ടൈം മാഗസിൻ, ന്യൂസ് വീക്ക് മാഗസിൻ. അവരിൽ വരുന്ന ഒരു ലേഖനം അല്ലെങ്കിൽ ആ ഇഷ്യൂ ആധികാരികമായിട്ടുള്ള ഒരു ലേഖനമാണ്. 1974 നവംബറിൽ പ്രസിദ്ധീകരിച്ച ന്യൂസ് വീക്കിൽ അവർ ഒരു കാര്യം രേഖപ്പെടുത്തി. ക്ഷാമം വരുമെന്നുള്ളതിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കാലാവസ്ഥയ്ക്ക് വന്ന വ്യത്യാസമാണ്. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഭൂമധ്യരേഖയുടെ ഇരുഭാഗത്തുമുള്ള, ഇക്വറ്റോറിയലിന്റെ ഇരുഭാഗത്തുമുള്ള രാഷ്ട്രങ്ങളാണ് ഭൂമിയിൽ ഭക്ഷണം അധികം ഉത്പാദിപ്പിക്കുന്നത്. എന്നാൽ കാലാവസ്ഥയുടെ വ്യതിയാനം ഈ ഭൂമധ്യരേഖയുടെ ഇരുഭാഗത്തുമുള്ള 28 രാഷ്ട്രങ്ങൾ അവരുടെ കൃഷിഭൂമികൾ വരണ്ട ഭൂമികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്, കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാലാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കൃഷി കാലാവസ്ഥ അനുസരിച്ച് ഇറക്കുവാൻ നിവൃത്തിയില്ലാതെ ആഫ്രിക്കയുടെയും അതുപോലെ ഇക്വറ്റോറിയൽ, ഈ ഭൂമധ്യരേഖയുടെ ഇരുഭാഗത്ത് കിടക്കുന്ന ഏതാണ്ട് 28 രാഷ്ട്രങ്ങളിൽ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിനെ വളരെ സാരമായി അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ കാലാവസ്ഥയുടെ വ്യത്യാസം മാത്രമല്ല, നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ മരിച്ചുപോയ, ഇന്ന് വരെ മരിച്ചുപോയ ആളുകളെക്കാട്ടിൽ അധികം ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചരിത്രത്തിൽ ഇതിനകം മരിച്ചുപോയവരെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇത് അധികം ആളുകൾ ശ്രദ്ധിക്കാറില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, മനുഷ്യന്റെ ഉൽപ്പത്തി തുടങ്ങി ഇന്ന് വരെ മരിച്ചുപോയ ആളുകളുടെ കണക്ക് കൂട്ടിയാൽ അവരെക്കാട്ടിൽ അധികം ആളുകൾ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഏകദേശമായ കണക്കുകൾ വല്ലതും ഒന്ന് സൂചിപ്പിക്കാം? അതിന്റെ കണക്കുകൾ ഞാൻ പറയാം. ഈ കണക്കുകൾ വളരെ സശ്രദ്ധം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കണക്ക് നമ്മളെ വളരെ ചിന്തിപ്പിക്കേണ്ടതാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്, അല്ലെ? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ
ഈ ലോകത്തിന്റെ ജനസംഖ്യ എത്ര ഉണ്ടെന്നറിയാമോ? ഏതാണ്ട് 25 കോടിയേ ഉള്ളൂ. 2000 വർഷം മുമ്പ് ലോകത്തിന്റെ ജനസംഖ്യ 25 കോടിയേ ഉള്ളൂ. 25 കോടിയുള്ള ജനസംഖ്യ ഇരട്ടിയാകാൻ, 50 കോടിയാകാൻ വീണ്ടും എടുത്തു 1650 വർഷം. അതായത് AD 1650 ലോകത്തിലെ ആദ്യത്തെ 50 കോടി. വീണ്ടും ഒരു 200 വർഷം കൂടെ എടുത്തു. അതായത് AD 1850 ലോകം ആദ്യമായിട്ട് ഒരു 100 കോടി ജനം, അല്ലെങ്കിൽ 1 ബില്യൺ പോപ്പുലേഷൻ കാണുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, ലോകത്തില് ആദ്യമായിട്ട് 100 കോടി ജനങ്ങൾ ഉണ്ടാകുന്നത് AD 1850 എന്ന് പറഞ്ഞാൽ ആദമവന്മാരെ സൃഷ്ടിച്ചിട്ട് ഏതാണ്ട് 5850 വർഷം കഴിഞ്ഞപ്പോഴാണ് ലോകത്തിൽ ആദ്യത്തെ 100 കോടി ജനങ്ങൾ ഉണ്ടാകുന്നത്. സമാധാനം നൽകുവാൻ, വെളിച്ചം നൽകുവാൻ, വഴിയും സത്യവും ജീവനുമായ സമാധാന പ്രഭുവിന് സ്വാഗതമരുളുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. യൂട്യൂബിൽ വിലാസം ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ ബി തോമസ് ചാനൽ. വിസിറ്റ് അവർ വെബ്സൈറ്റ് www.peaceministry.org. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമാ. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരിക്കുന്നെൻ മനസ്സിൽ കാണുന്നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എന്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ, അതായത് ഡിവൈൻ വോയിസ് ഓഫ് Christ.org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറക്കാതെ ഈ പ്രോഗ്രാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.